ഇന്നത്തെ എല്ലാ വാർത്തകളും വേഗത്തിൽ കാണാം. അതിവേഗ വാർത്ത. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ കേരളത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് വികസനത്തിനായി 50,000 കോടി രൂപയുടെ പദ്ധതി. വ്യവസായ അനുമതികൾ ഇനി ചുവപ്പ് നാടയിൽ കുടുങ്ങില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കേരളത്തിൽ നിക്ഷേപം നടത്താൻ പിന്തുണ വാഗ്ദാനം ചെയ്ത് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. വ്യവസായ വികസനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയെന്ന് വി ഡി സതീശൻ. ഘടകകക്ഷിയുടെ എതിരഭിപ്രായം വകവയ്ക്കാതെ കിഫ്ബി ടോൾ ഉറപ്പിച്ച് LDF. കിഫ്ബി സംരക്ഷണത്തിന് സർക്കാർ നടപടി വേണമെന്ന് ഇടതുമുന്നണിയുടെ സർക്കുലറിൽ പറയുന്നു. പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളും സർക്കുലറിലുണ്ട്. സർക്കുലറിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വിദ്വേഷ പരാമർശ കേസിൽ BJP നേതാവ് PC ജോർജിന് മുൻകൂർ ജാമ്യം ഇല്ല. PC ജോർജ് പരാമർശങ്ങൾ ആവർത്തിക്കുന്നുണ്ടെന്നും ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെന്നും കോടതി വാദത്തിനിടെ നിരീക്ഷിച്ചു. ജനുവരി 6-ന് ചാനൽ ചർച്ചയിലായിരുന്നു PC ജോർജിന്റെ പരാമർശം. സംസ്ഥാനത്തെ ആശാ വർക്കർമാർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടങ്ങിയിട്ട് 12 ദിവസം. ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാ വർക്കർമാർ. സമരത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. ആശാ വർക്കർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ആശാ വർക്കർമാരോടുള്ള സർക്കാരിന്റെ സമീപനം നിഷേധാത്മകമാണെന്ന് BJP നേതാവ് V മുരളീധരൻ. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. PSC അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ചത് ആശാ വർക്കർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും സർക്കാർ ആശാ വർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര സമീപനം അവസാനിപ്പിക്കണമെന്നും V മുരളീധരൻ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ചികിത്സയിലിരുന്ന കൊമ്പൻ ചെരിഞ്ഞു. കോടനാട് ആനപരിപാലന കേന്ദ്രത്തിലെ ചികിത്സയ്ക്കിടെയാണ് ചെരിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സിക്കാൻ ആരംഭിച്ചത്. ചട്ടവിരുദ്ധമായി പടക്കം പൊട്ടിച്ചതും ആനകളുടെ കാലിൽ ചങ്ങല ഇല്ലാതിരുന്നതുമാണ് കൊയിലാണ്ടി ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ അപകടത്തിന് കാരണമെന്ന് അന്തിമ റിപ്പോർട്ട്. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററാണ് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. സംഭവ ദിവസം പീതാംബരൻ എന്ന ആന മതപ്പാടിലായിരുന്നുവെന്നും റിപ്പോർട്ട്. കാട്ടാനയുടെ ഭീതി ഒഴിയാതെ ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ. ചക്കക്കൊമ്പൻ എന്ന കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ വീടുകളിൽ സുരക്ഷിതമായി ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ. ഓരോ വർഷവും ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നതെന്നും ഇതിന് അറുതിയില്ലെങ്കിൽ പ്രതിഷേധം നടത്തുമെന്നും നാട്ടുകാർ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ എത്തിക്കുന്നത് തടഞ്ഞ കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. നാട്ടാനകളെ കൊണ്ടുവരാൻ അനുമതി നൽകരുത് എന്ന് മുഖ്യ വനപാലകന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശമാണ് തടഞ്ഞത്. കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും മുഖ്യ വനപാലകനും മൃഗസ്നേഹികളുടെ സംഘടനയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. കൊയിലാണ്ടി അപകടത്തിൽ നിബന്ധനകൾ പാലിക്കുന്നതിലുണ്ടായത് ഗുരുതര വീഴ്ചയാണ് എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. പ്രാഥമിക പരിശോധനയിൽ തന്നെ അക്കാര്യം കണ്ടെത്തി. വനം വകുപ്പും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. വനം നിയമത്തിൽ മാറ്റം വരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായ റസൽ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ റസൽ നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിത വിയോഗമുണ്ടായത്. SFIക്ക് പുതിയ നേതൃനിര. SFI സംസ്ഥാന സെക്രട്ടറിയായി PS സഞ്ജീവിനെയും പ്രസിഡന്റായി M ശിവപ്രസാദിനെയും തെരഞ്ഞെടുത്തു. നിലവിലെ ഭാരവാഹികളായ PM മാർഷോയും അനുശ്രീയും മാറിയതിന് പിന്നാലെയാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. അനധികൃത പാറപൊട്ടിക്കലും മണ്ണ് കടത്തലും നടത്തിയെന്ന പരാതിയിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിനെതിരെ അന്വേഷണം. വർഗീസിനും മകനും മരുമകനുമെതിരെ അന്വേഷണം നടത്താൻ ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇടുക്കിയിലെ ഉടുമ്പൻചോല അടക്കമുള്ള വിവിധ ഇടങ്ങളിലാണ് പാറപൊട്ടിക്കലും ഖനനവും നടക്കുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഫൈനലിൽ. ഗുജറാത്തിനെതിരായ സെമി ഫൈനൽ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിൽ ടീം ഫൈനലിൽ കടന്നത്. കേരളം രഞ്ജി ട്രോഫി ഫൈനലിലെത്തുന്നത് ചരിത്രത്തിൽ ആദ്യം. ഫൈനലിൽ കേരളം വിദർഭയെ നേരിടും. എറണാകുളം ബ്രഹ്മപുരത്ത് ട്രാൻസ്ഫോമർ അറ്റകുറ്റപ്പണി കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങി KSEB.
KCBയുടെ അധീനതയിലുള്ള സ്ഥലത്താണ് യൂണിറ്റ് സജ്ജമാക്കുക. തകരാറിലാകുന്ന വിതരണ ട്രാൻസ്ഫോർമറുകളുടെ അറ്റകുറ്റപ്പണിയാണ് നടത്തുക. നിലവിൽ 5 അറ്റകുറ്റപ്പണി യൂണിറ്റുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടെങ്കിലും തകരാറിലായവ പരിഹരിക്കുന്നതിനും പുതിയവ വാങ്ങുന്നതിനും കാലതാമസമുണ്ട്. കൊല്ലം SN ലോ കോളേജിലെ KSU വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നാരോപിച്ച് KSU പ്രവർത്തകർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസ് ഉപരോധിച്ചു. SFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന KSU വിദ്യാർത്ഥിക്കെതിരെ പീഡന പരാതി നൽകിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. കണ്ണൂർ അഴീക്കോട് നീർക്കടവിൽ വെടിക്കെട്ടിനിടെയുണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. നീർക്കടവ് മുച്ചിരിയൻ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. തെയ്യം ഉത്സവത്തിന്റെ ഭാഗമായി നാട്ടിലെ ചില യുവാക്കൾ അമിട്ട് പൊട്ടിച്ചിരുന്നു. അത് മുകളിൽ പോയി പൊട്ടാതിരുന്ന നാടൻ അമിട്ട് താഴേക്ക് വീണ് ആൾക്കൂട്ടത്തിനിടയിൽ പൊട്ടുകയായിരുന്നു. കോഴിക്കോട് ചോറോട് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചോറോട് ചെറുവട്ടാങ്കണ്ടി അൻസർ മഹലിൽ നിസാ മെഹക് അൻസറാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തിരുവനന്തപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ബാലരാമപുരം കോട്ടുകാൽക്കോണം സ്വദേശി ഷിബുവിനെയാണ് പോലീസ് പിടികൂടിയത്. അന്തിയൂർക്കോണം സ്വദേശി ബിജുവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലായിരുന്നു അറസ്റ്റ്. ബിജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറത്ത് മാനസിക രോഗിയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. കാവപ്പുര സ്വദേശി ആമിനയെ മകൻ മുസമ്മിലാണ് കൊലപ്പെടുത്തിയത്. പിതാവ് പുറത്തുപോയ സമയത്തായിരുന്നു കൊലപാതകം. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇടുക്കിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിലായി. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ വെസ്റ്റ് ഡിവിഷനിൽ ജ്ഞാനശേഖരാണ് പോലീസിന്റെ പിടിയിലായത്. കഴുത്തിന് ഗുരുതരമായി വെട്ടേറ്റ ഇയാളുടെ ഭാര്യ ചികിത്സയിലാണ്. എറണാകുളം കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ GST അഡീഷണൽ കമ്മീഷണറെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നു. മരിച്ചത് ജാർഖണ്ഡ് സ്വദേശി മനീഷ് വിജയിയും സഹോദരിയും അമ്മയും. സഹോദരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കൂട്ട ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിഗമനം. മലപ്പുറം വഴിക്കടവിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വയനാട് സ്വദേശി ഷാഹുൽ ഹമീദാണ് അറസ്റ്റിലായത്. വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ് കെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂരിലെ ATM കവർച്ചാ കേസിലെ വെടിയേറ്റ പ്രതിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കവർച്ചാ സംഘം രക്ഷപ്പെടുന്നതിനിടെ തമിഴ്നാടുണ്ടായ എൻകൗണ്ടറിൽ കാലിന് വെടിയേറ്റ ചികിത്സയിലായിരുന്ന ഹരിയാന സ്വദേശി അസുറുദ്ദീനെയാണ് തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കണ്ണൂരിൽ പട്ടാപ്പകൽ സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചു. പ്രതിയെ മണിക്കൂറുകൾക്കകം ടൗൺ പോലീസ് പിടികൂടി. പിടിയിലായത് നാറാത്ത് സ്വദേശി ഇബ്രാഹിം. പ്രതി കവർന്നത് മുക്കുപണ്ടം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായി. ഇടുക്കി കുമളി മൂന്നാർ സംസ്ഥാന പാതയോരത്ത് ചാക്കിൽ കെട്ടി മാലിന്യം തള്ളി. നെടുങ്കണ്ടത്തിന് സമീപം കൈലാസപ്പാറ മുതൽ പാറത്തോട് വരെയുള്ള ഭാഗങ്ങളിലാണ് മാലിന്യം കിടക്കുന്നത്. റോഡിന്റെ ഇരുവശത്തുമായി 100-ലധികം ചാക്കുകളിലാണ് മാലിന്യം. റോഡരികിൽ മാലിന്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ദിവസങ്ങളായെങ്കിലും നീക്കം ചെയ്യുന്നതിനോ ആരാണ് മാലിന്യം നിക്ഷേപിച്ചത് എന്ന് കണ്ടെത്തി ശിക്ഷിക്കുന്നതിനോ അധികൃതർ നടപടിയെടുത്തിട്ടില്ല. കൊല്ലം കൊട്ടിയത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ പകൽ സമയത്ത് കത്തിക്കുന്നതായി പരാതി. പോസ്റ്റ് ഓഫീസിന് സമീപത്തെ പത്മ ജ്വല്ലറിയുടെ പിറകുവശത്തായാണ് പ്രത്യേകം റിംഗ് ഒരുക്കി പകൽ സമയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കത്തിക്കുന്നത്. വ്യാപാരികൾ നിരവധി തവണ പരാതി അറിയിച്ചിട്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത് തുടരുന്നു. കാസർകോട്ടെ പുകയിലപ്പാടങ്ങൾ വിസ്തൃതിയിലേക്ക് മറയുന്നു. സർക്കാരിന്റെ പുകയില ഉപയോഗ നിയന്ത്രണവും വിപണി കണ്ടെത്താൻ കഴിയാത്തതുമാണ് കർഷകരെ പിന്നോട്ടടുപ്പിക്കുന്നത്. പുകയില കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലയിലേക്ക് ദിവസവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ലാത്തതിൽ വലിയ പരാതി ഉയരുന്നു. ദേശീയപാതയിൽ നിന്ന് ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും റീടെൻഡർ നടത്തി റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം.
കൊല്ലം ഓയൂരിൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന അഗ്നിശമന സേനാ ഓഫീസ് ഫയലിൽ ഉറങ്ങുന്നു. പ്രഖ്യാപനം കഴിഞ്ഞ് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അഗ്നിശമന സേനാ ഓഫീസിന് വേണ്ടിയുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ഓയൂരിലും പരിസര പ്രദേശങ്ങളിലും തീപിടുത്തമോ മറ്റ് അപകടങ്ങളോ സംഭവിച്ചാൽ കൊട്ടാരക്കര, കുണ്ടറ, കടയ്ക്കൽ, പരവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് അഗ്നിശമന സേന എത്തിക്കൊണ്ടിരിക്കുന്നത്. വർക്കലയിൽ കേരള ജല അതോറിറ്റിയുടെ ഭീമൻ ജലസംഭരണി നാട്ടുകാർക്ക് ഭീഷണിയാവുന്നു. ജലസംഭരണിയുടെ ടാങ്ക് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിനാൽ വഴി നടക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് നാട്ടുകാർ. പരിഹാരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മുഖം തിരിക്കുകയാണെന്നും നാട്ടുകാർ. വിള ഇൻഷുറൻസും പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസവും ലഭിക്കാതെ സംസ്ഥാനത്തെ കർഷകർ. 2023 മുതലുള്ള പണം ലഭിച്ചിട്ടില്ല എന്നാണ് കർഷകരുടെ പരാതി. കരകൃഷി നശിച്ച കർഷകർക്കുള്ള പണമാണ് ലഭിക്കാനുള്ളത്. സർക്കാർ വഴിപാട് പോലെ കണക്കുകൾ ശേഖരിക്കാറുണ്ടെങ്കിലും പണം ലഭിക്കാറില്ല എന്ന് കർഷകർ ആരോപിക്കുന്നു. ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൃത്രിമം കാണിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്ന കേസിൽ മുൻ അക്കൗണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തു. നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ PV ബിനോയിയെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 176 രൂപയുടെ സ്ഥാനത്ത് 10,176 രൂപയുടെ ചെക്ക് പാസാക്കിയതായി കണ്ടെത്തിയിരുന്നു. തൃശൂർ ചെമ്മാപ്പള്ളിയിലെ ആക്രിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്ന ബംഗ്ലാദേശികളെന്ന് സംശയിക്കുന്ന 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. അന്തിക്കാട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. കസ്റ്റഡിയിലെടുത്തവരുടെ കയ്യിൽ മതിയായ രേഖകളൊന്നുമില്ലായിരുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ കൊൽക്കത്ത സ്വദേശികൾ എന്നാണ് ഇവർ മൊഴി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ്. ചുമട്ടുതൊഴിലാളികളുടെ നിരന്തര ഭീഷണിയെ തുടർന്ന് കച്ചവടം അവസാനിപ്പിച്ച വ്യാപാരി. കൂലി വർധന ആവശ്യപ്പെട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പിന്നീട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിലേക്ക് വളർന്നുവെന്ന് ഹജർ സ്റ്റോൺ മാനേജ്മെന്റ് അറിയിച്ചു. ചങ്ങലയിട്ട് പൂട്ടിയ ശേഷം കടയ്ക്ക് മുന്നിൽ ഉടമ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിന് സമീപം കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാര ബസ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗത കൊണ്ടാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കാനുള്ള സ്പീഡ് ഗവർണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തൃശൂർ വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി സ്വദേശി അനിൽ, പെരിങ്ങൽകുത്ത് സ്വദേശി അമൽകൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് വല്ലപ്പാടി സ്വദേശിനിയുടെ 3 പവന്റെ മാല പൊട്ടിച്ചെടുക്കാൻ പ്രതികൾ ശ്രമിച്ചത്. കേരളത്തിലെ ജനവാസ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന പാമ്പുകടി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ സർപ്പയ്ക്ക് 4 വർഷം പൂർത്തിയായി. ഈ കാലയളവിനുള്ളിൽ 48,000-ൽ പരം പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി അനുയോജ്യമായ ഇടങ്ങളിൽ തുറന്നുവിട്ടുവെന്ന് സർപ്പ അധികൃതർ. ദുബായിലും ലാസ് വെഗാസിലും മായിക കാഴ്ചകളുടെ വിസ്മയമൊരുക്കിയ സൂപ്പർ എക്സ്പോ അടൂരിലും. വടക്കേടത്തുകാവ് പഞ്ചായത്ത് ഓഫീസിന് സമീപം അമ്പിയിൽ ഒരുക്കിയിരിക്കുന്നത് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ. മാർച്ച് 9 വരെ എല്ലാ ദിവസവും വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനാനുമതി. തിരുവനന്തപുരം നെടുമങ്ങാട് വൻ ചാരായ വേട്ട. വലിയമല സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ നിന്ന് 149 ലിറ്റർ വാറ്റുചാരായവും 39 ലിറ്റർ വൈനും വെടിമരുന്നും കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും പിടിച്ചെടുത്തു. സംഭവത്തിൽ പ്രതി ഭജൻലാലിനെ റൂറൽ SP-യുടെ സ്പെഷ്യൽ ഡാൻസ് ഓഫ് ടീം പിടികൂടി. കാട്ടുപന്നിയുടെ അവശിഷ്ടം കണ്ടെത്തിയത് വനം വകുപ്പും അന്വേഷിക്കും. തിരുവനന്തപുരം ബാലരാമപുരത്ത് കഞ്ചാവ് വേട്ട. 45 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസ് പിടിയിലായി. അത്തിയറ ഭഗവതി ക്ഷേത്രത്തിനടുത്ത് വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് ശേഖരിച്ചു വന്ന റഫീഖ്, ഷാനവാസ് എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത്. കാസർകോട്ട് MDMA-യുമായി പിടിയിലായ പ്രതിക്ക് 2 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും വിധിച്ചു. തങ്ങര സ്വദേശി സുലൈമാൻ ഷിഫായിയെ ആണ് സെഷൻസ് കോടതി വിധിച്ചത്. 2021 ജൂലൈയിൽ 3-ാം തീയതിയാണ് തളങ്കര മാലിക്നാർ പള്ളിക്ക് സമീപം നിരോധിത മയക്കുമരുന്നായ MDMA-യുമായി പ്രതി പിടിയിലായത്. തൃശൂർ ആളൂരിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിൽ ആക്രമണം നടത്തിയ പ്രതി റിമാൻഡിൽ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വിരോധത്തിൽ ഉന്നേലിപ്പടിയിൽ ജുബിൻ എന്നയാളെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് മുഹമ്മദ് ഷഫിനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. വെങ്കിടങ്ങ് സ്വദേശി അബ്ദുൽ സലാമാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ നേരത്തെയും കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കുറ്റത്തിന് 3 കേസുകളുണ്ട്.
കൊല്ലത്ത് 4 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കുന്തലത്താഴം സ്വദേശി സാരംഗാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിൽ കഞ്ചാവുമായി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സാരംഗ് പിടിയിലായത്. കൊല്ലം ഈസ്റ്റ് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കാസർഗോഡ് വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. കുമ്പളയിൽ 21 ഗ്രാം MDMA-യുമായി 4 പേർ പിടിയിൽ. ഇബ്രാഹിം സിദ്ദിഖ്, മുഹമ്മദ് സാലി, മുഹമ്മദ് സവാദ്, മൂസ ഷഫീഖ് എന്നിവരെയാണ് പിടിച്ചത്. വാഹന പരിശോധനയ്ക്കിടയിലാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. മലപ്പുറം വളാഞ്ചേരിയിൽ പട്ടാപ്പകൽ ദമ്പതികളെ മയക്കിക്കിടത്തി 6 പവൻ മോഷ്ടിച്ച പ്രതി പിടിയിൽ. വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന ചന്ദ്രൻ, ഭാര്യ ചന്ദ്രമതി എന്നിവരെയാണ് ജ്യൂസിൽ ഗുളിക ചേർത്ത് മയക്കിക്കിടത്തി കവർച്ച നടത്തിയത്. പ്രതി തൃശൂർ വാടാനപ്പള്ളി സ്വദേശി ബാദുഷയെ തിരുവനന്തപുരത്ത് നിന്നാണ് പിടികൂടിയത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിന് സമീപം 70 വയസ്സ് തോന്നിക്കുന്ന ആളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. നീലയിൽ ചുവന്ന വരയോടുകൂടിയ ചെക്ക് ഷർട്ടും വെള്ളമുണ്ടുമാണ് വേഷം. കോട്ടയം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നെടുത്ത ട്രെയിൻ ടിക്കറ്റ് കൈവശമുണ്ടായിരുന്നു. അതിവേഗ വാർത്തകൾ തുടരുന്നു. അതിവേഗ വാർത്തയിലേക്ക് അതിവേഗം ഒരു ഇടവേളയ്ക്ക് ശേഷം അതിവേഗം തിരിച്ചെത്താം. ഇന്ത്യൻ എക്സിബിഷൻ ചരിത്രത്തിലെ വിസ്മയം, മായിക കാഴ്ചകളുടെ അത്ഭുത ലോകം. സീ വേൾഡ് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ മാർച്ച് 9 വരെ. ലാമിയർ മാട്രസ് സുഖമായ ഉറക്കത്തിന് ലാമിയർ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ടെൻഷൻ? സാമ്പത്തിക കാര്യങ്ങൾ ഓർത്തിനി ടെൻഷനേ വേണ്ട. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, ദി ലെഗസി ഓഫ് ട്രസ്റ്റഡ് സർവീസ്. അതിവേഗ വാർത്തകൾ തുടരുകയാണ്. ആലപ്പുഴ ചെങ്ങന്നൂർ ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ലോക മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് മാതൃഭാഷാ ദിനാചരണവും അക്ഷരശ്ലോക സദസ്സും സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജും ചെങ്ങന്നൂർ ബോധിനി സാംസ്കാരിക സംഘടനയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബോധിനി പ്രഭാകരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവുമായി യുവ കർഷകൻ. അരുവിക്കരയിലെ യുവ കർഷകൻ സുധീഷാണ് 100 മേനി വിളവ് നേടിയത്. 70 ദിവസം കൊണ്ടാണ് വിഷരഹിത തണ്ണിമത്തൻ വിളയിച്ചെടുത്തത്. അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കല വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ഔദ്യോഗിക ചുമതലകൾക്കൊപ്പം പച്ചക്കറി കൃഷിയിലും മാതൃകയായി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. വെള്ളരി, മത്തൻ, പയർ, വെണ്ട, തക്കാളി, പച്ചമുളക് തുടങ്ങിയ ഇനങ്ങളാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്തത്. നിരവധി തവണ മികച്ച കൃഷിത്തോട്ടത്തിനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ നിലയം നേടിയിട്ടുണ്ട്. പുഞ്ചക്കൊയ്ത്തിനാവശ്യമായ കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തിയില്ല എന്ന് വിവരം. കോട്ടയം ജില്ലയിൽ 200 കൊയ്ത്ത് യന്ത്രങ്ങൾ ആവശ്യമായ സ്ഥാനത്ത് 50 എണ്ണമേ ലഭിക്കുന്നുള്ളൂ എന്നാണ് പരാതി. ജില്ലയിൽ 12,000 ഹെക്ടറിലെ വിളവെടുപ്പാണ് പൂർത്തിയാകാനുള്ളത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കലാശ ചടങ്ങുകൾ തുടങ്ങുന്ന മാർച്ച് 2 മുതൽ ആറാട്ട് ദിവസമായ മാർച്ച് 19 വരെ നാലമ്പലത്തിനകത്ത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനമുണ്ടാകില്ല എന്ന് ക്ഷേത്ര ഭാരവാഹികളുടെ അറിയിപ്പ്. ആറന്മുള വള്ളസദ്യയുടെ 2025 ബുക്കിംഗ് ആരംഭിച്ചതായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ. ജൂലൈ 13 മുതൽ ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ വഴിപാട്. 82 ദിവസത്തെ വഴിപാടിനായി ഇതിനോടകം 100 കണക്കിന് സദ്യ ബുക്ക് ചെയ്തു കഴിഞ്ഞതായും ഭാരവാഹികൾ. ഒരു ദിവസം പരമാവധി 15 സദ്യ വീതം നടത്താൻ സൗകര്യമുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ജീവനക്കാർ 1 മണിക്കൂർ പണിമുടക്കി. ഇറങ്ങിപ്പോക്ക് സമരമാണ് അവർ നടത്തിയത്. വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് 3, ക്ലാസ് 4 വിഭാഗം തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. 85% ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന് അംഗീകാരം നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളും അവർ ഉന്നയിച്ചു. LLIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ചയാണ് സമരം. കൊല്ലം പത്തനാപുരത്ത് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നടുക്കുന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, ജമാഅത്ത് ഫെഡറേഷൻ, ലജ്നത്തുൽ മുഅല്ലിമീൻ, യുവജന ഫെഡറേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. പഞ്ചാരിമേളത്തിൽ വാദ്യവിസ്മയം തീർത്ത പെൺകൂട്ടായ്മ. പാലക്കാട് മുതുതല പഞ്ചായത്ത് വനിതാ ടീം അംഗങ്ങളാണ് പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറിയത്. മുതുതല അയ്യപ്പൻകാവിൽ നടന്ന ശ്രീലയം ടീമിലെ 12 അംഗങ്ങളുടെ അരങ്ങേറ്റം ആവേശമായി.
5 ഏക്കർ സ്ഥലത്ത് സമ്മിശ്ര കൃഷിയിലൂടെ മികച്ച വരുമാനം നേടുകയാണ് തൃശൂർ എടപ്പാൾ സ്വദേശിനി ബിന്ദു. നെല്ല് മുതൽ ശർക്കര കിഴങ്ങ് വരെ ബിന്ദുവിന്റെ കൃഷിയിടത്തിൽ സമൃദ്ധമായി വിളയുന്നു. പാട്ടത്തിനെടുത്ത 5 ഏക്കറിലേറെ സ്ഥലത്താണ് ബിന്ദുവിന്റെ നെൽകൃഷി. ക്ഷീര കാർഷിക മേഖലയിലും സജീവമാണ് ബിന്ദു. വിപണിയിലെ പ്രധാന താരമായിരിക്കുകയാണ് ഇപ്പോൾ ചക്ക. ചക്കകൾക്ക് വിപണിയിൽ പ്രിയമേറിയതോടെ 500 രൂപയ്ക്ക് മുകളിലാണ് വില. വരിക്ക ഇനത്തിൽപ്പെട്ട ചക്കകളടക്കം കടൽ കടക്കാൻ തുടങ്ങിയതോടെയാണ് വിലയും കുതിച്ചുയരാൻ തുടങ്ങിയത്. അധോലോക കുറ്റവാളി സോയാ ഖാൻ ഡൽഹി പോലീസിന്റെ പിടിയിൽ. ഡൽഹിയിലെ ഗുണ്ടാ തലവൻ ഹാഷിം ബാബയുടെ ഭാര്യയാണ് സോയാ ഖാൻ. ഹാഷിം ബാബ ജയിലിലായതോടെ അധോലോക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം സോയാ ഖാനായിരുന്നു. മുസഫറാബാദിൽ നിന്ന് എത്തിച്ച 1 കോടി രൂപ വില വരുന്ന ഹെറോയിനുമായി ഡൽഹിയിലെ വെൽക്കം ഏരിയയിൽ നിന്നാണ് സോയാ ഖാൻ പിടിയിലായത്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്കുള്ള കുംഭമേളയിലേക്ക് യാത്ര പോകാനുള്ള തിക്കിലും തിരക്കിലും മരിച്ചവരുടെ ദൃശ്യങ്ങളടങ്ങിയ 285 സാമൂഹ്യ മാധ്യമ ലിങ്കുകൾ നീക്കം ചെയ്യാൻ റെയിൽവേ മന്ത്രാലയം സമൂഹമാധ്യമമായ എക്സിനോട് നിർദ്ദേശിച്ചു. ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചാൽ അത് ഇന്ത്യൻ റെയിൽവേക്ക് മോശം പ്രതിച്ഛായ ഉണ്ടാകും എന്നതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ദൃശ്യങ്ങൾ നീക്കാൻ സമൂഹമാധ്യമമായ എക്സിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്ത്രീധനം നേരിട്ട് ആവശ്യപ്പെട്ടില്ല എന്നതുകൊണ്ട് ഭാര്യയ്ക്കെതിരായ ക്രൂരതാ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഭർത്താവിനോ വീട്ടുകാർക്കോ കഴിയില്ല എന്ന് സുപ്രീം കോടതി. സ്ത്രീധനം ആവശ്യപ്പെട്ടില്ല എന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ക്രൂരത സംബന്ധിച്ച കുറ്റം ഒഴിവാക്കുന്നതിനുള്ള കാരണമാകില്ല. സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും IPCയിലെ 498A വകുപ്പ് പ്രകാരം കുറ്റം നിലനിൽക്കുമെന്ന് ജഡ്ജിമാരായ വിക്രംനാഥ്, പ്രസന്ന B വരാലെ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ശ്വാസകോശ അണുബാധയെ തുടർന്ന് റോമിലെ ജമെല്ലി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. ആശുപത്രിയിൽ 6 ദിവസം പിന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റിരിക്കാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങിയതായി വത്തിക്കാൻ അറിയിച്ചു. രക്തപരിശോധനാ ഫലത്തിലും പുരോഗതി പ്രകടമാണ്. UAEയിൽ ബിസിനസ് രംഗത്ത് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് 6 മാസത്തെ സന്ദർശക വിസ വരുന്നു. 6 മാസത്തിനിടെ പലവട്ടം രാജ്യത്തേക്ക് വരാൻ പുതിയ വിസയിൽ സൗകര്യമുണ്ടാകും. നിക്ഷേപകർ, സംരംഭകർ, വിദഗ്ധരായ പ്രൊഫഷണലുകൾ, ബിസിനസ്സുകളിൽ സാമ്പത്തിക പങ്കാളിത്തം വഹിക്കുന്നവർ തുടങ്ങിയവർക്കാണ് പ്രത്യേക സന്ദർശക വിസ അനുവദിക്കുക. സൗദി റിയാലിന് ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കി സൗദി അറേബ്യൻ മോണിറ്ററിംഗ് ഏജൻസി. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അംഗീകാരത്തോടെയാണ് ചിഹ്നം പുറത്തിറക്കിയത്. അറബിക് കാലിഗ്രാഫിയിൽ രൂപകൽപ്പന ചെയ്തതാണ് ചിഹ്നം. അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ 300ഓളം കുടിയേറ്റക്കാർ പാനമയിലെ ഹോട്ടലിൽ തടവിൽ. ഇന്ത്യ, ഇറാൻ, നേപ്പാൾ, ചൈന, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ. ഹോട്ടലിന്റെ ജനാലയ്ക്കരികിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. പാനമയിലെത്തിയ ഇന്ത്യക്കാർ സുരക്ഷിതരാണ് എന്നാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുള്ളത്. മെൽബണിലെ അർത്തൂർ നദിക്ക് സമീപത്ത് കൂട്ടത്തോടെ അടിഞ്ഞ് കൊലയാളി തിമിംഗലങ്ങൾ. തീരത്തടിഞ്ഞത് ഡോൾഫിൻ വിഭാഗത്തിലെ 157 ഫോൾസ് കില്ലർ വെയിലുകൾ. തിമിംഗലങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ദയാവധത്തിനൊരുങ്ങിയിരിക്കുകയാണ് അധികൃതർ. കേരള വാർത്തകളിലേക്ക് എത്തുന്നു. ഇടുക്കി ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ തോട് ശുചീകരണം നടത്തി. മാലിന്യമുക്ത നവകേരളം ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചാലങ്കോട് വലിയ തോട് ശുചീകരണം നടത്തിയത്. തൃശൂർ നെല്ലങ്കരയിൽ മരപ്പണിയിൽ വിസ്മയങ്ങൾ തീർത്തിരുന്ന സുബ്രന് കൈത്താങ്ങായി INC കൂട്ടായ്മ. ആലപ്പുഴ മാവേലിക്കരയിൽ പുസ്തക പ്രകാശനം നടന്നു. K. ജനാർദ്ദനൻ പിള്ള എഴുതിയ ഒരു ഓണാടൻ ഷെയ്ഖ് എന്ന നോവലിന്റെ പ്രകാശന ഉദ്ഘാടനം മാവേലിക്കര MLA MS അരുൺകുമാർ നിർവഹിച്ചു. മലപ്പുറത്ത് രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് LCD പ്രൊജക്ടറുകൾ വിതരണം ചെയ്തു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രൊജക്ടർ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പകൽവീട് ഹാളിൽ നടന്ന ചടങ്ങ് MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കാലടി ഗ്രാമപഞ്ചായത്തിലെ ഒരുവഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം MLA AK T ജലീൽ നിർവഹിച്ചു.
ചടങ്ങിൽ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു അധ്യക്ഷനായിരുന്നു. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന പദ്ധതി പരിചയപ്പെടുത്തുന്നതിനും പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നതിനുമായി ഫിഷറീസ് വകുപ്പ് അപേക്ഷാ സമാഹരണ ക്യാമ്പ് നടത്തുന്നു. ഫെബ്രുവരി 25 രാവിലെ 9:30 ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ